പ്രവാസത്തിന്റെ മടുപ്പിക്കുന്ന വിരസതയിൽ നിന്ന് മനോഹരമായ ബാല്യത്തിന്റെ ഊഷ്മളമായ ഓർമ്മകളിലേക്ക് നമുക്കൊരു യാത്ര പോകാം. ഇനിയൊരിക്കലും തിരിച്ചുകിട്ടില്ലെന്നുറപ്പുള്ള പഴയ കാലത്തിന്റെ നന്മകളിലേക്ക്. ചെമ്മൺപാത കറുപ്പ് കുപ്പായമണിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. പണ്ടെങ്ങോ കുടമണി കുലുക്കിപ്പോയ കാളവണ്ടിയുടെ സ്ഥാനത്ത് അത്യാധുനിക വാഹനങ്ങൾ ഗ്രാമപാതകളെ കീറിമുറിച്ച് പാഞ്ഞുകൊണ്ടിരിക്കുന്നു. ചെമ്മണ്ണ് കുഴച്ചുണ്ടാക്കിയ ചുവന്ന വീടുകൾക്ക് പകരം എവിടെയും ചെറുതും വലുതുമായ കോൺക്രീറ്റ് കൂടാരങ്ങൾ. വീടിന്റെ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയാൽ കണ്ണെത്താത്ത ദൂരത്തോളം പരന്നു കിടക്കുന്ന നെൽപ്പാടങ്ങൾ ഇന്ന് ഓർമ്മ മാത്രമായി. കൊയ്തൊഴിഞ്ഞ പാടത്ത് സൂര്യൻ അസ്തമിക്കുന്നത് വരെ നാം എല്ലാം മറന്ന് പന്ത് തട്ടിയത്. പൊട്ടിയ സ്ലേറ്റും മഷിത്തണ്ടും ഇന്ന് നമ്മുടെ ഗൃഹാതുരമായ ഒരോർമ്മ. കൂട്ടുകാരോടൊത്ത് ദൂരെയുള്ള സ്കൂളിലേക്ക് കൂട്ടം കൂടി നടന്നു പോയത്. റസൂലും അബൂബക്കറും ഉമറും ഉസ്മാനും അലിയുമെല്ലാം ആരാണെന്ന് ചൊല്ലിത്തന്ന ഉസ്താദിന്റെ ക്ലാസുകൾ. സ്കൂൾ വിട്ട് വരുന്ന വഴിയിലെ മാവിൽ കല്ലെറിഞ്ഞത്. വഴിയരികിലെ സിമന്റ് ബെഞ്ചുകളിൽ മനസ്സിലെ സ്വപ്നപ്രേയസിയെ കാത്തിരുന്നത്. നാണത്തോടെ അവളുടെ ഒരു നോട്ടത്തിനായി പിറകെ നടന്നത്. വൈകുന്നേരങ്ങളിൽ നാം സൊറ പറഞ്ഞിരുന്നത്. നമ്മുടെ നാട്ടുമൂലകൾ, ഉത്സവപ്പറമ്പുകൾ, മഴക്കാലമാകുമ്പോൾ പാടത്ത് പോയി ചൂണ്ടയെറിഞ്ഞത്. ചെട്ടിക്കുളവും കോട്ടയിലെ കുളത്തിലെ കുളിയും മുങ്ങാം കുഴിയിടലും ഇന്ന് ഓർമ്മ മാത്രമായി. സൂര്യൻ ചോരച്ചാലുകൾ തീർക്കുന്ന സന്ധ്യകളിൽ മീൻകൊത്തിപ്പന്മകൾ റോക്കറ്റ് പോലെ വെള്ളത്തിലേക്ക് കുതിച്ച് മീൻ പിടിക്കുന്ന ചിത്രം ഗൃഹാതുരമായ ഒരോർമ്മയായി. നിഴലും ചേരുന്ന ഇടവഴികൾ മാഞ്ഞുപോയി. ചുവന്ന വെയിൽ വീണ സന്ധ്യകളിൽ മുളങ്കൂട്ടങ്ങൾ തേങ്ങിക്കരയുന്ന ഇടവഴിയിലെ ആതിരക്കാറ്റ് നഷ്ടസ്വപ്നമായി മാറി. ഇവിടെ അറബികൾക്ക് കേരളമെന്നാൽ മലബാറാണ്, കേരളീയരെന്നാൽ മലബാരികളും. മലബാർ ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും നമ്മുടെ സ്വന്തം ആലംകോട് നിന്നായതിനാൽ കേരളത്തിന്റെ ഭൂമിശാസ്ത്രത്തിൽ വളരെ സുപ്രധാനമായ ഒരു പങ്കാണ് ആലംകോടിനുള്ളത്. ലോകം മുഴുവൻ സമാധാനത്തിന്റെ ആകാശത്തിനുമേൽ അശാന്തിയുടെ കാർമേഘം മൂടുമ്പോഴും നന്മയുടെയും സൗഹൃദത്തിന്റെയും വലിയ പ്രതീകമായി നിൽക്കുന്നു നമ്മുടെ നാട് ഇന്നും. ജാതിമത വൈജാത്യങ്ങൾക്കപ്പുറത്ത് സൗഹൃദത്തിന്റെയും നന്മയുടെയും സഹവർത്തിത്വം നിലനിൽക്കുന്ന നമ്മുടെ സ്വന്തം ആലംകോട്. ആധുനികതയുടെയും പരിഷ്കാരങ്ങളുടെയും കണ്ണഞ്ചിപ്പിക്കുന്ന പളവളപ്പിനിടയിലും സ്നേഹവും കാരുണ്യവും കൈവിടാത്ത നമ്മുടെ നാട്ടുകാർ. ഞാൻ മാത്രമാവുകയും സ്വന്തത്തിലേക്ക് മാത്രം ഒതുങ്ങുകയും ചെയ്യുന്ന ഈ ശബ്ദകാലത്തും ആരും അന്യരല്ലെന്നും എല്ലാവരും ഒന്നാണെന്നും വിശ്വസിക്കുന്ന നമ്മുടെ സ്വന്തം ആലംകോട്ടുകാർ. ചെമ്മൺ കുടിലുകൾക്ക് പകരം വലിയ കോൺക്രീറ്റ് സൗധങ്ങളും ആധുനിക ജീവിത സൗകര്യങ്ങളും എത്ര പെട്ടെന്നാണ് നമ്മുടെ നാടിനെ മാറ്റിമറിച്ചത്. ഈ സൗകര്യങ്ങളുടെ രഹസ്യം തേടി നാം അധിക ദൂരം പോകേണ്ടതില്ല. ഈ മഹാനഗരത്തിന്റെ വലിയ സൗകര്യങ്ങളില്ലാത്ത ഒരു കാലത്ത് നമുക്ക് മുമ്പേ ഇവിടെ എത്തിയ, പ്രവാസത്തിന്റെ എല്ലാ നൊമ്പരങ്ങളും നമുക്ക് മുമ്പേ ഏറ്റുവാങ്ങിയ, ഇന്നും ഒരു മെഴുകുതിരിയായി സ്വയം ഉരുകിത്തീരുന്ന നമ്മുടെ പൂർവികർ. കത്തിയെരിയുന്ന സൂര്യന്റെ കൊടും ചൂടിനിടയിലും തന്നെ കാത്തിരിക്കുന്ന കുടുംബത്തിന് അത്താണിയായവർ. ഇല്ലായ്മകൾക്കിടയിലും താൻ ജീവിക്കുന്ന നാടിന്റെ പുരോഗമനം സ്വപ്നം കണ്ടവർ. പ്രവാസം ഭൗതിക നേട്ടങ്ങൾക്കപ്പുറത്ത് വലിയ വേദനകളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ജീവിത ബഹളങ്ങളുടെ വലിയ ഘോഷയാത്രക്കിടയ്ക്ക് സ്വയം ഒറ്റയാകാനും ഒരുകിത്തീരാനും വിധിക്കപ്പെട്ട പ്രവാസി തന്റെ നാട്ടിലെ വീട്ടിൽ വിഭവസമൃദ്ധമായി വർണ്ണമെഴുകുതിരികൾ കത്തിച്ച് അത്താഴം കഴിക്കുമ്പോൾ തന്റെ പരിമിതമായ ബെഡ് സ്പേസിൽ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുടെയും ഗദ്ഗതങ്ങൾ ഉള്ളിലൊതുക്കി ചുരുണ്ടുകൂടുന്ന പ്രവാസി. ഈ പ്രവാസഭൂമിയിൽ നമ്മെ ബന്ധിപ്പിക്കുന്ന വികാരമാണ് നമ്മുടെ നാടിനെ കുറിച്ച ഓർമ്മകൾ. വഴിപിരിഞ്ഞുപോയ സൗഹൃദങ്ങൾ. ആ സൗഹൃദങ്ങളെ തിരികെ പിടിക്കാൻ, നാം ഒറ്റയല്ലെന്ന് ഓർമ്മപ്പെടുത്താൻ 10 വർഷങ്ങൾക്ക് മുമ്പ് അജ്മാനിൽ നമ്മൾ ആലംകോട്ടുകാർ ഒത്തുചേർന്നു. നന്മ എന്ന മരത്തണലിൽ സ്വജീവിതം അന്യന് ഉപകാരപ്പെടണമെന്ന ലക്ഷ്യത്തോടെ യാത്രയാരംഭിച്ച നന്മ, പരമകാരുണ്യകന്റെ അനുഗ്രഹം മാത്രം ലക്ഷ്യം വെക്കുന്ന നന്മയുടെ 10 വർഷം പിന്നിടുന്ന യാത്ര. ആ യാത്രയിൽ പിന്നിട്ട നാഴികക്കല്ലുകൾ, ഏറ്റെടുത്ത പ്രവർത്തനങ്ങൾ. നമ്മുടെ നാട്ടിലെ അർഹതപ്പെട്ടവർക്ക് പ്രതിവർഷം റമദാനിൽ നൽകുന്ന റിലീഫ് പ്രവർത്തനങ്ങളിൽ തുടങ്ങി
മംഗല്യഭാഗ്യം ലഭിക്കാതെ കൺമിഴിച്ചു നിന്ന ഒരു കുടുംബത്തിലെ പെൺകുട്ടികളുടെ വിവാഹം ഏറ്റെടുത്ത് നടത്തി കൊടുക്കാൻ കാണിച്ച ധൈര്യം, രോഗപീഠകളാൽ വിഷമിക്കുന്ന സുഹൃത്തുക്കൾക്ക് സാന്ത്വനമായത്, നമ്മുടെ നാടിന്റെ ആത്മീയ കേന്ദ്രവും വെളിച്ചവുമായ മസ്ജിദിൽ വിശ്വാസികൾക്ക് സുജൂദ് ചെയ്യാൻ പരവതാനി വിരിച്ചത്, വിശ്വാസിയുടെ ഓരോ സുജൂദിന്റെയും അനുഗ്രഹങ്ങളിൽ ഒരംശം ഓരോ നന്മ പ്രവർത്തകനും ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ പ്രവർത്തനങ്ങൾക്കായി ഏർപ്പെടുത്തിയ ഫണ്ട് വലിയ വിജയകരമായിരുന്നു. അതിനുമൊക്കെയപ്പുറത്ത് വർഷങ്ങളുടെ നീണ്ട ഇടവേളക്കപ്പുറം സൗഹൃദത്തിന്റെ പുനഃസമാഗമം ഒരുക്കിയ നന്മാ മീറ്റുകൾ. അങ്ങനെ ഒരാകാശം നിറയെ സ്വപ്നങ്ങളുമായി നന്മയുടെ ഘോഷയാത്ര നമുക്ക് തുടരാം. ഉറ്റവരെയും ഉടയവരെയും സംരക്ഷിക്കാൻ വേണ്ടി വിദേശ രാഷ്ട്രങ്ങളിൽ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന സഹോദരങ്ങൾ, തന്നെയുമല്ല അവരുടെ നാടിൻ്റെ നന്മക്കായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആലങ്കോട് നന്മ കമ്മിറ്റിയുടെ 10ാം വാർഷിക സംഗമത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. അവർ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മുഴുകിക്കൊണ്ടിരിക്കുന്നു. അതിന് അല്ലാഹു അർഹമായ പ്രതിഫലം തൗഫീഖ് ചെയ്യുമാറാണ്. ചുട്ടുപൊള്ളുന്ന മണലാരുണ്യത്തിൽ വീടും കുടുംബവും വിട്ട്, നാടിനെയും നാട്ടുകാരെയും വിട്ട് തൻ്റെ സന്തോഷവും സങ്കടവും നാഥനിൽ അർപ്പിച്ചുകൊണ്ട് കുടുംബത്തിൻ്റെ അഭിവൃദ്ധി ലക്ഷ്യം വെച്ച് മുന്നേറുന്നതോടൊപ്പം തന്നെ നാടിനെയും നാട്ടുകാരെയും മറക്കാതെ അവരുടെ സുഖ ദുഃഖങ്ങളിൽ ചേർന്ന് പ്രവർത്തിക്കാൻ നന്മയുടെ പ്രവർത്തകർ കാണിക്കുന്ന ആ നല്ല മനസ്സിനെ ജഗദീശ്വരൻ സമസ്ത മേഖലയിലും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ കഴിഞ്ഞ 10 വർഷമായി നന്മ ആലങ്കോടിൻ്റെ പ്രവർത്തകർ നിരാലംബരും നിർധനരുമായ ആളുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നറിഞ്ഞതിൽ എന്നെപ്പോലെയുള്ള എളിയ പൊതുപ്രവർത്തകർ ഗതിയായ സന്തോഷം ഈ അവസരത്തിൽ നിങ്ങളെ അറിയിക്കുകയാണ്. നന്മയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലീകരിച്ചുകൊണ്ട് നമ്മുടെ നാടിൻ്റെ നന്മയ്ക്കും ഐശ്വര്യത്തിനും വേണ്ടി കൂടുതൽ മേഖലകൾ കീഴടക്കി നന്മയുടെ കാരുണ്യസ്പർശം നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ ആളുകൾക്കും എത്തിക്കുന്ന തരത്തിലേക്ക് അതിൻ്റെ പ്രവർത്തനം കൂടുതൽ ഉയരട്ടെ എന്ന് ഈ അവസരത്തിൽ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നന്മ നിറഞ്ഞ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരു എളിയ പ്രവർത്തകൻ, ഒരു വലിയ പൊതുപ്രവർത്തകൻ എന്ന നിലക്ക് ഹൃദയം നിറഞ്ഞ എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും ഈ അവസരത്തിൽ നേരുകയാണ്. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട ആലങ്കോട് നന്മയുടെ സുഹൃത്തുക്കളെ, ആലങ്കോട് നന്മയുടെ 10ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ 1000 ആശംസകൾ നേരുന്നു. ആലങ്കോട് നന്മയുടെ എല്ലാവിധ കാരുണ്യ പ്രവർത്തനങ്ങളും മതസൗഹാർദ്ദം ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും ആലങ്കോട് നന്മ ഇനിയും ചെയ്യുമെന്ന പ്രതീക്ഷയോടെ ആലങ്കോട് നന്മയുടെ പ്രവർത്തകർക്ക് 1000 ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. AP പുരുഷോത്തമൻ, ആലങ്കോട്. വീണ്ടും ഒരിക്കൽ ഒത്തുചേർന്ന നമ്മൾ ഒരിക്കലും അകലാതിരിക്കാം. നീണ്ട ജീവിതയാത്രക്കിടയ്ക്ക് പൊട്ടിപ്പോയ കണ്ണികൾ ചേർത്ത് വെച്ച് നമുക്ക് തിരിച്ചു നടക്കാം. നമ്മുടെ ബാല്യത്തിലെ മയിൽപീലിയും കടലാസുതോണിയും മഴവെള്ളവും ഇനിയൊരിക്കലും തിരിച്ചു കിട്ടിയില്ലെങ്കിലും അവയെല്ലാം ഓർത്തെടുക്കാനും ഓർമ്മയിൽ സൂക്ഷിക്കാനും കഴിയുന്ന മഹാസിദ്ധി നഷ്ടമാകാതിരിക്കാൻ നന്മയുടെ ഈ മരത്തണലിൽ നമുക്കൊരുമിച്ചിരിക്കാം. നമുക്ക് നന്ദി പറയാം സ്നേഹത്തിൻ്റെ ഈ നന്മമരം നമുക്ക് സമ്മാനിച്ച കാരുണ്യത്തിൻ്റെ മഹാപ്രവാഹത്തിന്, പരമകാരുണികനായ അള്ളാഹുവിനോട്.